ഡിഫറൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ഷാർപ്പായ ഒരു ഫോൾ ഉണ്ടായ ദിവസമാണ് ഇന്ന്. സെൻസെക്സ് 411 പോയിന്റ് താഴ്ന്ന് 80,334 നിഫ്റ്റി 140 പോയിന്റ് താഴ്ന്ന് 24,273 ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ ഇതിനേക്കാൾ ഷാർപ്പായിട്ടുള്ള ഫോളാണ് ഉണ്ടായത്. രണ്ട് സെക്ടറിലും ഏകദേശം 1.5% ഇടിഞ്ഞിരുന്നു. ഓട്ടോ, FMCG, ബാങ്കിങ്, ഫാർമ തുടങ്ങിയ സെക്ടറുകളെല്ലാം 2% ഇടിഞ്ഞപ്പോൾ മീഡിയയും IT സെക്ടറും മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചിരുന്നത്. ഇന്ത്യ വിക്സ് 10.3% വർദ്ധിച്ച് 21-എത്തിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസ് കാരണം തന്നെയാണ് ഈ ഒരു ഫോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ് പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തിട്ടുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ള ഭയം കാരണം തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് ഇടിഞ്ഞത്. ഇനി നാളെ 9-ാം തീയതി വെള്ളിയാഴ്ച വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ ടോട്ടൽ 54 കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട കമ്പനികൾ സ്വിഗ്ഗി, റിലയൻസ് പവർ, ഡോക്ടർ റെഡ്ഡീസ്, എവറഡി ഇൻഡസ്ട്രീസ്, ABB ലിമിറ്റഡ്, ഹെസ്റ്റർ ബയോ, മണപ്പുറം ഫിനാൻസ്, റിലാക്സോ തുടങ്ങിയ കമ്പനികളാണ്. ഇനി നമുക്ക് മറ്റു അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഫെഡ് റേറ്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഫെഡ് റേറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. 4.25 മുതൽ 4.50 വരെ നിലനിർത്തിയിട്ടുണ്ട്. അതെല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയാണ്. പിന്നെ പവൽ പറഞ്ഞൊരു കാര്യം, ഈ ഒരു കറണ്ട് ട്രേഡ് വാറൊക്കെ കാരണം ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷൻ 2022 മധ്യത്തോടു കൂടി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഫെഡിൻ്റെ ടാർഗറ്റ് ആയിരുന്നു 2% മുകളിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത്. അതുകൂടാതെ ഇപ്പോൾ വന്ന താരിഫും കാര്യങ്ങളും ഈ ഒരു ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കാനും സാധ്യത കൂടുതലാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് IT സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ജൂൺ 2020 ശേഷം ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ആദ്യമായിട്ടൊരു റവന്യൂ ഡിക്ലൈൻ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞൊരു മാസത്തെ വീഡിയോയിൽ പല പ്രാവശ്യം പറഞ്ഞതാണ് ഈ കാര്യം. പല സെക്ടറുകളിലും സ്പെൻഡിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ പല പ്രൊജക്റ്റുകളും ഡിലേ ആവുകയാണ്. അതൊക്കെ IT സെക്ടർ റവന്യൂവിൽ ഇടിവുണ്ടാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് റീറ്റെയിൽ സെക്ടറിലും മാനുഫാക്ചറിങ് സെക്ടറിലും ഒരു സ്പെൻഡിങ് ഡിലേ ഇപ്പോഴും ഉണ്ട്. പിന്നെ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ട് തന്നെ TCS ഒഴികെയുള്ള IT കമ്പനികളുടെ EBITDA മാർജിനിൽ ഗ്രോത്ത് ഉണ്ടായിരുന്നു. US താരിഫുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന റീറ്റെയിൽ, കൺസ്യൂമർ, മാനുഫാക്ചറിങ്, ലോജിസ്റ്റിക്സ്, ട്രാവൽ വെർട്ടിക്കൽസ് തുടങ്ങിയ സെക്ടറുകളെല്ലാം ഈ ഒരു താരിഫ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ക്വിക്ക് കോമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സെപ്റ്റോ ഡെയിലി ഓർഡേഴ്സിൽ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് മുമ്പിലുള്ളത് ബ്ലിങ്കിറ്റ് മാത്രമാണ്. മാർച്ച് 2025 കണക്കനുസരിച്ച് സെപ്റ്റോയുടെ ഡെയിലി ഓർഡേഴ്സ് 1.45 മുതൽ 1.55 മില്യൺ ഓർഡേഴ്സാണ്. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിൻ്റെ ഡെയിലി ഓർഡേഴ്സ് 1.05 മുതൽ 1.15 മില്യൺ ആണ്. ബ്ലിങ്കിറ്റിൻ്റെ ഡെയിലി ഓർഡേഴ്സ് 1.65 മുതൽ 1.75 മില്യൺ ഡെയിലി ഓർഡേഴ്സാണ്. നമ്മൾ ഈ നമ്പേഴ്സെല്ലാം മിനിയാന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് 1 ഇയറിൽ തന്നെ സെപ്റ്റോൻ്റെ ഗ്രോത്ത് ഡെയിലി ഓർഡേഴ്സിൽ ഏകദേശം 200% വർധനവുണ്ടായിട്ടുണ്ട്. ബ്ലിങ്കിറ്റിന് 90% മാത്രമാണ് വർധനവുണ്ടായിട്ടുള്ളത്. സ്വിഗ്ഗിക്ക് 60% മാത്രമാണ് വർധനവുണ്ടായിട്ടുള്ളത്. എന്തായാലും ക്വിക്ക് കോമേഴ്സ് സെഗ്മെൻറ്റിലെ ആ ഒരു റേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഫ്ലിപ്കാർട്ട്, ബിഗ് ബാസ്ക്കറ്റ്, ആമസോൺ തുടങ്ങിയവരെല്ലാം ഈ ഒരു സെക്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അതോടുകൂടി ഈ ഒരു സെക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. ഇനി നമ്മൾ നോക്കാൻ വന്നത് ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളാണ്. ആദ്യം നോക്കാൻ വന്നത് പേടിഎമ്മിൻ്റെയാണ്. പേടിഎം അവരുടെ ലോസ് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ലോസ് 539.8 കോടി ആയിട്ടുണ്ട്. അതിൽ തന്നെ ഒരു വൺ ടൈം കോസ്റ്റ് വരുന്നുണ്ട്. അത് ഒഴിവാക്കുമ്പോൾ 23 കോടി മാത്രമാണ് ലോസ് വരുന്നുള്ളത്. റവന്യൂ 16% ഇയർ ഓൺ ഇയർ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 5% വർധനവുമുണ്ട്. അതിപ്പോൾ 1911 കോടി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് UBLൻ്റെ റിസൾട്ടാണ്. UBLൻ്റെ Q4 പ്രോഫിറ്റ് 20% വർദ്ധിച്ച് 98 കോടി ആയിട്ടുണ്ട്. റവന്യൂ കുറഞ്ഞിട്ടുണ്ട്, 7.5% കുറഞ്ഞിട്ടുണ്ട്, 4427 കോടി ആയിട്ടുണ്ട്. എക്സ്പെൻസസ് 8.5% കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇൻകമും Q4 കുറഞ്ഞിട്ടുണ്ട്, 7.9% കുറവ് വന്നിട്ടുണ്ട് അതിൽ. ഇനി FY25 ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 7.7% വർദ്ധിച്ച് 442 കോടി ആയിട്ടുണ്ട്.